നമസ്കാരം. നാം എല്ലാവരും കഴിഞ്ഞ 2 ആഴ്ചയായി SIRൻ്റെ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെയും അത് തിരിച്ച് BLOമാരെ ഏൽപ്പിക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു അല്ലേ. ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷന്, തെറ്റുകൾ, അതൊക്കെ കറക്റ്റ് ചെയ്യൽ ഒക്കെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും അങ്ങ് ബിസിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ BLOമാരെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡൗട്ട്, അവരത് അപ്ലോഡ് ചെയ്തോ, എൻ്റെ ഫോം അപ്ലോഡ് ചെയ്തോ എന്നുള്ള ഡൗട്ട്. അപ്പോൾ അതിൻ്റെ ഡൗട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഫോമുകൾ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒരു ബൂത്തിൽ തന്നെ 1400ഓളം അല്ലെങ്കിൽ 1300, 1200 വോട്ടേഴ്സ് ഉണ്ട്. ഇവരുടെ ഇത്രയും ഫോമുകൾ ഇവർക്ക് സമയബന്ധിതമായി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് അവരുടെ ജോലിയെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. നമ്മുടെ ഫോമുകൾ എൻട്രി ചെയ്യുന്നത് ഡിലേ ആവുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് voters.eci.gov.in എന്നുള്ള സൈറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ആക്കാം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടർ എന്ന് പറയുന്ന സൈറ്റ് കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനോമറേഷൻ്റെ ഹോം പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നമ്മൾ താഴേക്ക് ബ്രൗസ് ചെയ്യുമ്പോൾ അവിടെ ഫിൽ ഇനോമറേഷൻ ഫോം എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സൈൻ അപ്പ് കൊടുക്കുക. എന്നിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക. ഞാനൊരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. ക്യാപ്ച അടിച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വന്നിട്ട് ശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം എഴുതാൻ ചോദിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നെയിം എഴുതണം. അതുണ്ടെങ്കിൽ എഴുതിയാൽ മതി. എന്നിട്ട് റിക്വസ്റ്റ് OTP കൊടുക്കുക. റിക്വസ്റ്റ് OTP എന്നുള്ള ഓപ്ഷൻ അതിനകത്ത് കാണും. അപ്പോൾ വരുന്ന OTP അതിനകത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. അപ്പോൾ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. അതിനുശേഷം വീണ്ടും ഫിൽ എന്യൂമറേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, റിക്വസ്റ്റ് ടു OTP കൊടുക്കുക, OTP എൻ്റർ ചെയ്യുക, വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുക്കുക. വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫിൽ എന്യൂമറേഷൻ ഫോമിലേക്ക് പോവുക. താഴേക്ക് മുകളിലൂടെ ആയിരിക്കും ഓപ്പൺ ആകുക. ആ പേജ് താഴേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും ഫിൽ എന്യൂമറേഷൻ ഫോമിലേക്ക് പോവുക. അതിനുശേഷം സെലക്ട് കേരള സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എപ്പിക് നമ്പർ അടിച്ചു കൊടുക്കുക. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർ ഐ ഡിയുടെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ആയിട്ട് ആൽഫബറ്റും ന്യൂമറിക്സും കൂടെയുള്ള ഒരു നമ്പറാണ്. XIL എന്നോ IXL എന്നോ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആൽഫബറ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ന്യൂമറിക്സും ഉണ്ടാവും. നമുക്കൊരെണ്ണം അടിച്ചു കൊടുത്ത് നോക്കാം. എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ നമ്മുടെ ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് വേറൊരു ഫോം വേറൊരു പിന്നെ ഈ എപ്പിക് നമ്പർ അടിച്ചു നോക്കാം. കേരള സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ്. അതായത് നമ്മുടെ ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ BLOയെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരവരുടെ പണി ചെയ്യട്ടെ. നമുക്ക് തന്നെ നമ്മുടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഡിസംബർ 4 ഉള്ളിൽ അവർക്കത് ഫോം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർ ഇത്രയും ഫോം നല്ല പണിയാണ്. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം. ഓക്കെ, താങ്ക് യു.